കുംഭമാസമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു ഓളമാണല്ലേ. പള്ളിപ്പെരുന്നാളും ഉത്സവവും എല്ലാം കൂടി ആകെ ഒരു ജഗ പുക മേളമാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം കൂടാൻ പോയതാണ് കേട്ടോ. ഇവക്കുട്ടി കമ്പക്കെട്ട് കണ്ടിട്ടാണ് ഈ വായും പൊളിച്ചവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ദേ നേരെ പോയിരിക്കുന്നത് തിരുവാതിരക്കളി കാണാനാണ്. എന്ത് രസമല്ലേ, ഇതൊരു പ്രത്യേക വൈബാണ്. കുംഭമാസമായി കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ഓളമാണല്ലേ. ഉത്സവവും പള്ളിപ്പെരുന്നാളും എല്ലാം കൂടി ഒരു മേളമാണ്. ഇങ്ങോട്ടേക്ക് പോട്ടെ എന്നുള്ള അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ അതേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ ഉത്സവം കൂടാൻ പോയതാണ്. കമ്പക്കെട്ട് കണ്ടിട്ടാണ് ഇവക്കുട്ടി ഇങ്ങനെ വായും പൊളിച്ച് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അകത്ത് കയറി ദേവി ഒരു വലുത് വെച്ച് തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും അവിടെ തിരുവാതിരക്കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്തൊരു എനർജറ്റിക് ആയിരുന്നു എന്ന് ഞാൻ അന്നേരം ചിന്തിച്ചു കേട്ടോ. ഓതൻറ്റിക് ആയിട്ടുള്ളൊരു തിരുവാതിരക്കളി അല്ലെങ്കിൽ കൂടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു വെടിക്കെട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സിംഗിൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് കുറച്ചധികം നേരം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച്